ഹായ്. അപ്പോൾ ഈ ഒരു വീഡിയോ വന്നിട്ട് നമ്മുടെ സൺഡേയിലെ ഡേ ഇൻ മൈ ലൈഫ് എടുത്ത് എനിക്കൊരു ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് രാവിലെ മുതൽ ഉച്ച വരെയുള്ള ചെറിയൊരു പരിപാടികളും എങ്ങനെയാണ് സമയം എന്നുള്ളത് അങ്ങനെയുള്ള ചെറിയൊരു കുഞ്ഞു വീഡിയോ. പിന്നെ ഒരു വീഡിയോയ്ക്ക് ഒരുപാട് പോരായ്മകളുണ്ടായിരിക്കും. ഇപ്പം ഞാൻ സംസാരിക്കുന്നത് തന്നെ ഭയങ്കരമായിട്ട് നെർവസായിട്ടാണ്. അപ്പം അടുത്ത വീഡിയോസിൽ നമ്മളിതെല്ലാം ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് വരും. പിന്നെ ഇൻട്രോ എടുക്കാൻ ഞാൻ ഭയങ്കര ലേറ്റായി കേട്ടോ. അതിന് തലയും വാലും ഇല്ലാണ്ടാണ് വീഡിയോ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇൻട്രോ എടുക്കുന്നത് ഇതും ചൊവ്വാഴ്ചയാണ്, ഇന്നാണ് കേട്ടോ ഇൻട്രോ എടുക്കുന്നത്. അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ചെറിയ കാര്യങ്ങളൊക്കെ മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും എൻ്റെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള ഒരു സൺഡേ മോർണിംഗ് നടക്കുന്ന പരിപാടികളാണ് ഞാൻ അധികം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ചിക്കൻ കറി വയ്ക്കുന്നത് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പതിയെ അപ്ലോഡ് ചെയ്യും. ബട്ട് ചെറിയൊരു വീഡിയോ ആയിട്ട് ഈ ഒരു വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒരുപാടുണ്ടാവും, അതെല്ലാം കമൻ്റായിട്ട് പറയാം. പിന്നെ ആദ്യമേ പറയുന്നത് എൻ്റെ ലൈഫാണ്. ഞാൻ ഒരിക്കലും കോപ്പി ചെയ്യുക അല്ലെങ്കിൽ ഇതിനു വേണ്ടി ചെയ്യുക അങ്ങനെയല്ല. സൺഡേ എന്താണോ ഞാൻ ചെയ്യുന്നത്, എന്താണോ ഞാൻ പറയുന്നത്, ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് വീഡിയോയിൽ എല്ലാം ഉള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും. ബൈ. ആദ്യം പതിവ് പോലെ 7 മണിക്ക് ഞാനവിടെ താഴേക്ക് എത്തിയത്. 5 മണിക്ക് എണീക്കാറുണ്ട്, കാരണം ഹരി എപ്പോൾ ക്ലാസ്സിന് പോകുമ്പോൾ ജസ്റ്റ് പിന്നെ എണീറ്റ് അവിടെ തന്നെ കിടക്കും. പിന്നെ 7 മണിക്കാണ് താഴേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല തലവേദനയും ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ തല കുളിച്ചിട്ടില്ല കേട്ടോ, മേലെ കുളിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ വന്ന പാടെ തന്നെ ഞാൻ രാവിലെ എന്താ കഴിക്കാനുണ്ടാക്കാമെന്നാണ് ആദ്യം നോക്കുന്നത്. ചിലപ്പോൾ മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇന്ന് വെള്ളയപ്പത്തിൻ്റെ പൊടി ഉണ്ടായതുകൊണ്ട് അതൊന്ന് എടുത്ത് വെക്കാമെന്ന് വെച്ചു. അതിനിടയ്ക്ക് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊന്ന് പാത്രത്തിലിടാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ ക്യാമറ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ചില ഷോർട്സ് നിങ്ങൾ കാണില്ല. അപ്പോൾ ജസ്റ്റ് ചിലതൊക്കെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ വെള്ളയപ്പത്തിന് വേണ്ട നാളികേരം ചിരകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലാണ് നാളികേരം ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. നമ്മുടെ വെള്ളയപ്പം എന്ന് വെച്ചാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട്. അപ്പോൾ ആ ഒരു പൊടിയാണ് ഉള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് അതുകൊണ്ട് തന്നെ അരമണിക്കൂർ ജസ്റ്റ് റെസ്റ്റ് ചെയ്ത് വെച്ചാൽ തന്നെ നല്ലതായിട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ തലേ ദിവസം തന്നെ മാവൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട്. ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ അതിന് വെള്ളയപ്പം അല്ലെങ്കിൽ നൂലപ്പം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നൂലപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് വെള്ളയപ്പത്തിന് വേണ്ടി കുറച്ച് ചൂടുവെള്ളം വേണം, ഇളം ചൂടുവെള്ളം വേണം. അപ്പോൾ അതിങ്ങനെ വെള്ളം വെച്ചു. ഇനി പതിയായിട്ട് ചെയ്യാം. പിന്നെ ഞായറാഴ്ച ആകുമ്പോഴേക്കും വല്ല തിരക്കൊന്നും ഇല്ലല്ലോ. അപ്പോൾ 11 മണി ആകുമ്പോഴാണ് ഓൾമോസ്റ്റ് കറിയും ഈ ഫുഡ് ഉണ്ടാക്കലൊക്കെ ഓൾമോസ്റ്റ് കഴിയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പതിയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് തേങ്ങ ചിരകിയതും എടുത്തു. പിന്നെ നമ്മുടെ പൊടി ഡയറക്റ്റ് ഇട്ട് കൊടുക്കാനാട്ടോ. ചില സമയങ്ങളിൽ എനിക്ക് ചില സമയത്ത് അളന്നെടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പൊട്ടി കൊടുക്കാട്ടോ ഞാൻ ചെയ്യുക. ഇതെല്ലാം ഒരു ദിവസത്തെ എന്നല്ല കേട്ടോ. ചില ദിവസങ്ങളിൽ ഇപ്പോൾ വെള്ളയപ്പം ആവാം, ചില ദിവസങ്ങളിൽ നൂലപ്പം അല്ലെങ്കിൽ ഓട്ടട, ദോശ, ചപ്പാത്തി, അങ്ങനെ പലതും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് പെട്ടെന്ന് തന്നെ വെള്ളയപ്പം ഉണ്ടാക്കുക എന്നുള്ളൊരു പ്ലാൻ ജസ്റ്റ് ആ പൊടി കണ്ടപ്പം തോന്നിയതാണ്. അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമായിരുന്നേ. അപ്പം പഞ്ചായത്തിലേക്ക് ആറ് നാളികേരം അരച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പഞ്ചസാരയും ഉപ്പും പിന്നെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ ഈസി പാലപ്പം പൊടിയില്ലേ, അതാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അപ്പം അതും ഇട്ട് കൊടുത്തു. ഒരു അളവൊന്നുമില്ല, കാരണം കുറച്ചുണ്ടാക്കിയാൽ മതി. ആദ്യം ഞങ്ങൾ രണ്ടുപേരും രാവിലെ വൈകുന്നേരത്തൊക്കെ കഴിക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് ഡയറ്റ് കാര്യങ്ങളൊക്കെ എടുത്തത് കൊണ്ട് രാവിലെ അധികം കഴിക്കുന്നില്ല. അപ്പോൾ അത് കുറച്ച് വൈകുന്നേരത്തേക്കും കൂടി നിന്നിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് പൊടി ഇട്ടു. പിന്നെ നമ്മുടെ കുറച്ച് ഇളം ചൂടുവെള്ളം ഇട്ടിട്ട് നന്നായി മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സ്റ്റാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ചില സ്ക്രീൻസ് കാണാത്തത്. അപ്പോൾ ഇത് അരച്ച് വന്നിട്ടുണ്ട്. അരച്ചിട്ട് നേരെ കൊണ്ടുപോയി നമ്മൾ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് തിരുമ്മി കൊടുക്കട്ടോ. ആ ഒരു എന്താ പറയുക, പെട്ടെന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത് കേട്ടത്. എനിക്ക് സത്യാവസ്ഥ എനിക്ക് അറിയില്ല. ഞാനും അതുപോലെ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. കൈ കൊണ്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ. അങ്ങനെ വെള്ളയപ്പത്തിനുള്ള പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ എല്ലാ സൺഡേ നമുക്ക് ചിക്കൻ കറി തന്നെയാണ് കേട്ടോ. അത് തിരിച്ചും മറിച്ചും മാറ്റി തരത്തിലൊക്കെ വെക്കാന്നല്ലാണ്ട് വേറെ ഒന്നും നമ്മൾ ഉണ്ടാക്കാറില്ല, ചിക്കൻ കറി തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരിപാടി കഴിയും. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു കറി, ചിലപ്പോൾ എന്തെങ്കിലും ഉപ്പേരി ഉണ്ടെങ്കിൽ ഉപ്പേരി, പിന്നെ പപ്പടം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ എന്തെങ്കിലും വിശേഷമുള്ള ദിവസങ്ങളിലാണ്
വേറെ എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കുള്ളൂ കേട്ടോ. പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ ബിരിയാണി, അതുപോലെ ചെമ്മീൻ ബിരിയാണി അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, ചിക്കൻ കറി തന്നെയാണ്. ചിക്കൻ കറിയുടെ റെസിപ്പി ഒന്നും ഞാൻ ഇതിലൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇപ്പം ഭയങ്കര ലോങ് ആവും, നിങ്ങൾക്ക് തന്നെ ഭയങ്കര ബോറടിക്കും എനിക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് ഇടയ്ക്ക് നമ്മുടെ വെള്ളയപ്പത്തിന്റെ പൊടിയൊക്കെ സെറ്റാക്കി മാറ്റി വെച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യണം. അപ്പൊ ആ സമയത്തിന് ചിക്കൻ ഞാൻ കഴുകിയിട്ടുണ്ട്. പിന്നെ മുളക്, മഞ്ഞൾ, അങ്ങനെ മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി, അങ്ങനെ വേണ്ട എല്ലാ മസാലകളും കാര്യങ്ങളൊക്കെ ചിക്കനിലേക്ക് ഒന്ന് തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചിക്കൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ തോന്നിയാൽ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ളതിൽ ചിക്കനിലേക്ക് എല്ലാ പൊടികളും ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതും 1 മണിക്കൂറേക്ക് ഞാൻ മാറ്റി വെക്കും കേട്ടോ. എന്നാലും നമുക്ക് മസാല പിടിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. ചിലപ്പോൾ സമയമില്ലെങ്കിൽ ഈ 1 മണിക്കൂറും വെക്കില്ല കേട്ടോ. ജസ്റ്റ് പെട്ടെന്ന് തന്നെ വറുത്തിട്ട് കറി ഉണ്ടാക്കലാണ് പതിവ്. ഇന്നിത് സമയമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാനിത് എല്ലാം ഒന്ന് നല്ലപോലെ എല്ലാ പൊടികളും ഇട്ട് കുറച്ച് വെളിച്ചെണ്ണം കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ ഇട്ട് പിന്നെ ഇലയും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ എനിക്ക് സ്പെഷ്യലൊന്നും പ്രത്യേകിച്ച് ഇപ്പം ഉണ്ടാക്കാൻ തോന്നുന്നില്ല. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഈ ചിക്കനോ എന്തെങ്കിലുമൊക്കെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമായിരുന്നു കേട്ടോ. പക്ഷെ ഇന്ന് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നില്ല, കാരണം നല്ല തലവേദനയുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഇരിക്കുക എന്നുള്ള പ്ലാനായിരുന്നു. അപ്പോഴാണ് അമ്മ അവിടുന്ന് പറഞ്ഞത് ഇന്നലെ വാങ്ങിച്ചിട്ടുള്ള ബട്ടർ ചിക്കനും അതുപോലെ നാനും ബാക്കിയുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനത് ഓർത്തേ ഇല്ല. അല്ലെങ്കിൽ ഞാൻ ഈ കറിയല്ല നമുക്ക് ഈ വെള്ളയപ്പം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല. അങ്ങനെ അത് ഉണ്ടായിരുന്ന ബട്ടർ ചിക്കൻ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് ചൂടാക്കി നല്ല പോലെ തിളപ്പിക്കണം കേട്ടോ. ഞാൻ നല്ല പോലെ തിളപ്പിക്കാറുണ്ട് അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നെ. അപ്പൊ നല്ല പോലെ തിളപ്പിച്ചിട്ട് അത് മാറ്റി വെക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നാനുണ്ട് കേട്ടോ. നാൻ ഇന്നലെ വാങ്ങിയത് തന്നെയായിരുന്നു, ബട്ടർ നാൻ തന്നെയായിരുന്നു. അപ്പൊ അതും ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 4-5 ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും കഴിക്കാൻ തന്നെ നല്ല പോലെ ഉണ്ടായിരുന്നത്. അപ്പൊ അതും നല്ലപോലെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ രാവിലേക്ക് നമുക്കിപ്പോൾ ഒന്ന് വെള്ളയപ്പം വേണ്ട, അതിന് വൈകുന്നേരത്തെ എടുക്കാന്നുള്ള പ്ലാനിലായിരുന്നു കേട്ടോ ഞാൻ. അപ്പൊ അത് ആ നാനൊക്കെ എല്ലാം ചൂടാക്കി അതും ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ സാധാരണ ഞങ്ങൾ 10-11 മണിയൊക്കെ ആകുമ്പോഴാണ് കഴിക്കാറുള്ളത്. അതിനിടയ്ക്ക് ഇത് ഫ്രൂട്ട്സ് എന്തെങ്കിലും പപ്പായയോ അല്ലെങ്കിൽ പൈനാപ്പിളോ മാങ്ങ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അതെടുത്ത് കഴിക്കും. അതാവുമ്പോൾ പിന്നെ എന്തായാലും 11 മണിക്ക് നമുക്ക് ഫുഡ് കഴിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. പക്ഷെ ഇന്നത് ഫ്രൂട്ട്സ് കഴിച്ചില്ല കേട്ടോ. അതിന് മുന്നേ തന്നെ ഈ നാനും അതുപോലെ ബട്ടർ ചിക്കൻ ഞാൻ ചൂടാക്കിയോണ്ട് അതെടുത്ത് കഴിക്കാനായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും തന്നെ കഴിച്ചത്. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. തലേന്ന് രാത്രിയും കഴിച്ചു, നമ്മൾ ഇന്നും കഴിച്ചപ്പം ഫുൾ ബട്ടറും, അത് ബട്ടറല്ലല്ലോ മൈദ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അതെടുത്ത് കഴിച്ചിട്ട് അപ്പോഴൊന്നും തോന്നിയില്ല. അപ്പം ആ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അതിലൂടെ കഴിഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സും കൂടെ കഴിക്കാറുണ്ട് കേട്ടോ. അമ്മ ചിലപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെക്കാറുണ്ട്. ചിലപ്പോൾ ഞാൻ കട്ട് ചെയ്യും, അല്ലെങ്കിൽ അമ്മ കട്ട് ചെയ്യും. അപ്പൊ ഞാനത് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഇനി വെള്ളയപ്പം ഉണ്ടാക്കാം. എന്തായാലും പൊടി കലക്കി നമ്മുടെ പൊടി നല്ലപോലെ പൊങ്ങിയൊക്കെ വന്ന് നല്ല സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് വെള്ളയപ്പം ഉണ്ടാക്കുക കേട്ടോ. ഞാൻ ചില ദിവസങ്ങൾ കുറെ ഉണ്ടാക്കേണ്ട ദിവസങ്ങളിലാണെങ്കിൽ 2 ചട്ടിയിലും ഇങ്ങനെ മാറ്റി ഉണ്ടാക്കും. മാറ്റില്ല, 2 ചട്ടി ഒരുമിച്ച് ഉണ്ടാക്കാറുണ്ട്. ഇന്നിപ്പോ അതിന്റെ ആവശ്യം തോന്നിയില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരെണ്ണത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ വെള്ളയപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ചൊരു 10-12 ഉണ്ടാവുള്ളൂ. പക്ഷെ അതിനെ ഉണ്ടായിരുന്നുണ്ട് ഞങ്ങൾക്ക് കഴിക്കാൻ തന്നെ. അപ്പം അത് വെള്ളയപ്പം ഇങ്ങനെ സെറ്റായിട്ടുണ്ട്. പിന്നെ കൂടാതെ തന്നെ ഈ തുടക്കൽ അടിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ചില ദിവസങ്ങളിൽ ഇപ്പൊ ഈ ഓണമായി ഇപ്പൊ വീടൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ക്ലീനിങ്ങും കാര്യങ്ങളും അതിന്റെ വീഡിയോ ഒക്കെ പിന്നെ വരുവേ. അപ്പൊ അത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇന്ന് അധികം തുടച്ചിട്ടൊന്നുമില്ല. പിന്നെ അത് ബുധനാഴ്ച ചൊവ്വാഴ്ച നമുക്ക് ഒരിക്കലാണ്. അപ്പൊ അതിന് മുന്നേ നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഫുള്ളി ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് എല്ലാ സ്ഥലത്തും അടിച്ചു വാരിയാ തുടയ്ക്കാതാണ് കേട്ടോ ഇന്നുള്ളത്. പിന്നെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടാവാറില്ല. അലക്കാനാണെങ്കിൽ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയി അതിലേക്ക് വെക്കും. അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ അമ്മയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇവിടെ ഈ അടുക്കളയിലായതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ ഷോർട്സ് മാത്രമേ കാണിക്കാൻ പറ്റുന്നുള്ളൂ. ബാക്കിയെല്ലാം ഓടി നടന്ന് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഇത് എപ്പോഴേക്കും ഇവിടെ കയ്യല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പൊ അങ്ങനെ വെള്ളയപ്പത്തിന്റെ പണിയൊക്കെ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. കാരണം എല്ലാം വെള്ളയപ്പം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ പണിയിലേക്ക് നടക്കാം. പിന്നെ ചായ കുടിച്ചു. പിന്നെ ഈ എന്താ പറയാ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ അത് അമ്മടെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നോക്കണ്ട. പിന്നെ അടിച്ചുവാരി തുടയ്ക്കുക, ജസ്റ്റ് അടിച്ചുവാരി തുടയ്ക്കാന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് വെള്ളയപ്പത്തിന്റെ പണി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് നടന്ന് അടിച്ചുവാരിയ. കാരണം ഇവിടെ കഴിഞ്ഞ അപ്പുറത്താണ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടുത്തെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് തന്നെ പോവാല്ലോ എന്ന് ഓർത്തിട്ട് അപ്പൊ ഇവിടെ തന്നെ ജസ്റ്റ് ഒന്ന് അടിച്ചുവാരി. പിന്നെ നല്ല തലവേദനയായിരുന്നു. അതുകൊണ്ട് എനിക്ക് വല്ലാണ്ട് ഉഷാറില്ല. ഇതിന് വീഡിയോ എടുത്ത് തുടങ്ങിയത് കൊണ്ടാണ് ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ മുന്നോട്ട് പോയി
പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ അതെ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി, അതുപോലെ ഹാളും ഒന്ന് അടിച്ചു വാരി, പിന്നെ കുറച്ച് തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വെള്ളം കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് ഈ ടേബിളും അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചത്. കാരണം തേങ്ങ ചിരകിയുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ കുറച്ച് തേങ്ങേൻ്റെ പൊടിയും അതുപോലെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തുടച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചിക്കനും വറുത്തിട്ടാണ് കേട്ടോ, അപ്പോൾ അതൊന്നും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. എല്ലാം ചിക്കൻ കറിയുടെ റെസിപ്പി വീഡിയോ വരുമ്പോൾ അതിലേക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചിക്കൻ വറുത്തിട്ടാണ്. പിന്നെ തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇട്ട് നല്ലപോലെ ഇളക്കിയിട്ടാണ് കേട്ടോ. വേറെ അടുപ്പിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതന്നെ എല്ലാം ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ഫ്രൂട്ട്സ് കഴിക്കുകയാണ്. സാധാരണ ഇത് ഹരി വരുന്ന സമയത്ത് 9-9:30 ആകുമ്പോഴാണ് കഴിക്കാറുള്ളത്. ഇന്ന് ഞങ്ങൾ നേരെ നാനും ബട്ടർ നാനും കഴിച്ചതുകൊണ്ട് ഫ്രൂട്ട്സ് അനങ്ങിയിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ സമയം 10:30 എങ്ങാനായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. 10:30 ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് പണിയൊക്കെ കഴിയും കേട്ടോ. പിന്നെ ഇന്ന് തുടച്ചിട്ടുണ്ടായില്ല. ഇനി ഇത് എപ്പോഴത്തും തുടയ്ക്കാമല്ലോ എന്ന് ഓർത്ത് ഞാൻ തുടച്ചിട്ടില്ല. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുപോയി റൂമിൽ പോയി കുറച്ച് നേരം ഇരിക്കും. സാധാരണ അങ്ങനെ പോയിരിക്കും, ജസ്റ്റ് സിനിമ കണ്ടിരിക്കുക, ഷോർട്സ് കണ്ടിരിക്കുക, അതിൽ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ അപ്പോഴാട്ടോ ചെയ്യുന്നത്. ഈ എഡിറ്റിങ് കാര്യങ്ങളൊന്നും എൻ്റെ വീട്ടിൽ വരാത്തത് ഈ ഫോണിൽ തന്നെയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത്രയും